السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي إنا لله وإنا إليه راجعون. إنا لله وإنا إليه راجعون. إنا لله وإنا إليه راجعون. ولا حول ولا قوة إلا بالله العلي العظيم. اللهم اغفر له وارحمه مرحوم أنفاس نور الله مرقده واعف عنه وعافه وأكرم نزله ووسع مدخله وعاثله بالماء والثلج والبرد ونقه من خطايا كما نقيت الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر ومن عذاب النار برحمتك يا أرحم الراحمين والحمد لله رب العالمين. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അതും ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീന പള്ളിയിൽ, ആ പരിശുദ്ധ ഹറമിൽ വെച്ചാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എത്രയോ മനോഹരമായിട്ടുള്ള, പറഞ്ഞാൽ തീരാത്ത അത്രയും മഹത്വമുള്ള, ഒന്നിന് കണക്കുകളില്ലാത്ത പ്രതിഫലമുള്ള മഹത്തായ സ്ഥലത്താണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആർക്കു വേണ്ടിയാണ്? നമ്മുടെ പ്രിയപ്പെട്ട അഹ്ബാബുൽ മുസ്തഫയുടെ മെമ്പറായിട്ടുള്ള സിബി എന്ന സഹോദരിയുടെ ഭർത്താവ് അൻഫാസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉപ്പയുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ ഉപ്പ നമ്മിൽ നിന്നും വിട പറഞ്ഞിട്ട് ജമാദുൽ ആഖിർ 19 ആകുമ്പോഴേക്കും ഒന്നാമത്തെ ആണ്ട് തികയുകയാണ്. അൽഹംദുലില്ലാഹ്. 19 എന്ന് പറയുമ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട മദീനയിൽ 20 ഉമ്മന ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ദിനമാണ്. ആ ദിനത്തിൽ തന്നെ മജ്ലിസ് നടത്തി ഹദിയ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വലിയ പോരുഷ തന്നെയാണ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഉപ്പയ്ക്ക് വേണ്ടി ദിക്റ് ചൊല്ലി, യാസീൻ പാരായണം നടത്തി, മറ്റു ഖുർആനുകളൊക്കെ സമർപ്പിച്ചും അഹ്ബാബിൽ മുസ്തഫയിലും അഹ്ബാബിങ്ങൾ ഓതിവെച്ച ഖത്മുൽ ഖുർആനും കോടിക്കണക്കിന് ദിക്റുകളുമെല്ലാം സമർപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ദുആ ചെയ്യാം. നമ്മുടെ ഒരു ഷെയർ കൊണ്ട്, ഞാൻ കുടുംബങ്ങളോടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, നമ്മളുടെ ഒരു ഷെയർ കൊണ്ട് ആരെങ്കിലും ഒരു ദിക്റ് ചൊല്ലാൻ കാരണമായാൽ, നമ്മൾ അയച്ചു കൊടുത്തു, അറിയിച്ചു കൊടുത്തു, അത് കാരണം ആ ഉപ്പയ്ക്ക് വേണ്ടി ദിക്റ് ചൊല്ലാൻ കാരണമായാൽ, ആ കാരണക്കാരാരാണോ അവർക്കും കൂടെ ഉള്ളതാണ് ആ ദിക്റ്. എപ്പോഴേക്ക്? നാളെ മരിച്ചു നമ്മൾ ഖബറിൽ കിടക്കുന്ന സമയം, അല്ലെങ്കിൽ നമ്മളെ ഖബറിലേക്ക് കൊണ്ടുവെക്കാൻ പോകുന്ന സമയം, നമ്മൾ കാരണമായി എന്തെല്ലാം നന്മകൾ ഇവിടെ ഉണ്ടായോ അതെല്ലാം നമുക്ക് ഉപകാരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പോലും അറിയാത്ത ഒരുപാട് സ്വാലിഹായ സൽക്കർമ്മങ്ങൾ നമ്മളുടെ ഒരു വിരൽ കൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ആത്മാർത്ഥത കൊണ്ടോ ഉണ്ടായാൽ അത് വലിയൊരു നേട്ടമാണ്. അല്ലാഹു ആക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. അതിനു മുമ്പായി മജ്ലിസിൻ്റെ മഹത്വം ഒന്ന് മനസ്സിലാക്കി തന്നുകൊണ്ട് ഒന്നും കൂടി ശ്രദ്ധയോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ മജ്ലിസിലേക്ക് പ്രവേശിക്കാം. അതിന് ഞാൻ പറയുന്നത്, ഈ മജ്ലിസിന് വേണ്ടി കുറച്ചു സമയമൊന്ന് നിങ്ങൾ ശാന്തമായി ഏകാന്തമായി
ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ പറ്റുമെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക. പല മജ്‌ലിസുകളിലും ഞാൻ പറയാറുള്ളത് പോലെ ഈ മജ്‌ലിസിലും ഓർമ്മപ്പെടുത്തുകയാണ്, ശ്രദ്ധയോടുകൂടി മറ്റുള്ള എല്ലാ ജോലികളും മാറ്റിവെച്ച് ഒരു അരമണിക്കൂറത്തേക്ക് വേണ്ടിയാണ്. ഇതുകൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളുമുണ്ട്, പല നേട്ടങ്ങളുമുണ്ട്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് തിരക്കുകൾക്കിടയിൽ ചെയ്യുന്നത് പോലെയല്ല നമ്മുടെ ശ്രദ്ധ, നമ്മുടെ മനസ്സ് ഇതിൽ തന്നെ കേന്ദ്രീകരിച്ച് നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഇതിൽ വലിയ ഫലമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ മജ്‌ലിസിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ നിങ്ങളെല്ലാവരും കരുതിക്കോളി. അതെല്ലാം നിങ്ങളുടെ മനസ്സിലുള്ളത് മുൻനിർത്തിയായിരിക്കും ഞാൻ ദുആ ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ മജ്‌ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി സമയമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എൻ്റെ ഈ വോയിസ് കേൾക്കുന്നത്. ഇപ്പോൾ ഇവിടെ തൽക്കാലം വെച്ച് നിർത്തുക. നിങ്ങൾക്ക് ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു നല്ല സമയം നിങ്ങൾ നോക്കിയിട്ട് ഈ മജ്‌ലിസ് കേട്ടാൽ മതി. ഇപ്പോൾ തിരക്ക് പിടിച്ച സമയത്ത് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കേൾക്കായിരിക്കും. ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെച്ച് നിർത്താൻ ഉദ്ദേശിക്കായിരിക്കും. അങ്ങനെ കേൾക്കണമെന്നില്ല. ഈ മാസം അഥവാ ഇനി നമ്മളുടെ മുമ്പിൽ 10 ദിവസം ഉണ്ടെങ്കിൽ ആ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ മജ്‌ലിസ് കേൾക്കാം. കാരണം ആ ഒരു മാസത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനു മുമ്പ് എന്തായാലും നിങ്ങൾക്ക് കാണാനോ കേൾക്കാനോ അറിയാനോ ഒക്കെ കഴിയുമല്ലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സൗകര്യം നോക്കി എല്ലാം കൊണ്ടും റാഹത്തായി അത് നീണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് അവരോടുള്ള കടപ്പാട് നിർവഹിക്കണം. പിന്നെ അതുപോലെ കുടുംബങ്ങളോട് ഞാൻ പറയുന്നു, നമ്മൾ ആസ്വദിച്ചാൽ മാത്രം പോരാ. നമ്മുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ട അൻഫാസ് എന്ന് പറയുന്ന ആ പൊന്നുപ്പയെ, ആ സഹോദരനെ സ്നേഹിക്കുന്ന കുടുംബങ്ങളുണ്ടാകും, സുഹൃത്തുക്കളുണ്ടാകും. അവർക്ക് എത്തിച്ചു കൊടുത്താൽ മാഷാ അല്ലാഹ്, എനിക്ക് ആ ആണ്ട് സമയത്ത് ആ വീട്ടിൽ ചെന്ന് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, ആ ഖബറിടം ഒന്ന് സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, ആ മകൻ്റെ പേരിൽ, ആ സഹോദരൻ്റെ പേരിൽ, ആ ജ്യേഷ്ഠൻ്റെ പേരിൽ, ആ അനുജൻ്റെ പേരിൽ ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങൾ പറയാൻ പറ്റുമോ ആ ബന്ധങ്ങളൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ മജ്‌ലിസിൽ പങ്കെടുത്തോ. നിങ്ങൾ പരിശുദ്ധ മദീനയിൽ വന്നിട്ടില്ലെങ്കിലും പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി നിങ്ങൾ ആത്മാവ് മദീനയിൽ വന്നുകൊണ്ട് മജ്‌ലിസിൽ പങ്കെടുത്തതുപോലെയാണ്. ഇത് പറയുമ്പോൾ മനസ്സിൽ മദീന കരുതുക. കാരണം ഞാൻ മദീന മുനവറയിൽ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ ഖബൂലിയത്തുണ്ട്, ഇതിൽ സ്വീകാര്യതയുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ട് ആർക്കൊക്കെയാണോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ കുടുംബങ്ങളിലേക്ക് അയച്ചു കൊടുക്കാൻ കഴിയും അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. മറ്റുള്ളവരോട് ഞാൻ പറയുകയല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. ഇത് കുടുംബങ്ങളോടാണ് ഞാൻ പറയുന്നത്. ഈ മജ്‌ലിസ് പൊതുവായി ഞാൻ നടത്തുന്ന മജ്‌ലിസ് ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. മറ്റുള്ളവർ ഇതിൽ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ കുടുംബങ്ങൾ ഇത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ആ സഹോദരനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു മജ്‌ലിസ് കിട്ടിയാൽ കുടുംബമായിരിക്കും, പക്ഷേ അവർക്ക് വരാൻ കഴിയില്ല, അവർ പ്രവാസിയായിരിക്കാം, അവർക്കും ലഭിക്കട്ടെ ഇങ്ങനെ ഒരു മജ്‌ലിസിനൊരു അവസരം. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആ കൂട്ടത്തിൽ ആ സഹോദരന് വേണ്ടി ഓതുവെച്ച ഖുർആൻ എന്ത് ചെയ്യുക, മനസ്സിൽ കരുതുക. അതും ഞാൻ ഇൻഷാ അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടായിരിക്കും ദുആ ചെയ്യുക. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാം അല്ലാഹു കാണുന്നുണ്ട്. ഓരോ ചലനങ്ങളും, സൂക്ഷ്മമായ ചലനങ്ങളും കാണുന്നുണ്ട്, മുൻകൂട്ടി അറിയുന്നുമുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഇത് മജ്‌ലിസ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു എന്ന് തീരുമാനിക്കരുത്. നിങ്ങൾക്ക് പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണം. നിങ്ങൾക്ക് പറ്റുന്നതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കണം. ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരം കൊണ്ട്, നിങ്ങളുടെ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മ എന്താണ്? മരിച്ചു 40 വരെ അല്ല, നമുക്ക് എപ്പോഴും ചെയ്യാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കഴിയുന്നത് ആ സഹോദരന് വേണ്ടി എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ ചെയ്തു കൊടുക്കണം. കുടുംബങ്ങളോടാണ് ഞാൻ പറയുന്നത്.
എല്ലാ ദിവസവും ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും കഴിയുന്നത്ര ഫാത്തിഹ ഓതുക, കഴിയുന്നത്ര യാസീൻ ഓതുക, കഴിയുന്നത്ര മുൽക്ക് ഓതുക, കഴിയുന്നത്ര ഇഖ്ലാസ് ഓതുക, കഴിയുന്നത്ര ദിക്ർ ചൊല്ലുക, കഴിയുന്നത്ര ഇസ്തിഗ്ഫാർ ചൊല്ലി, പറ്റുമെങ്കിൽ സ്വലാത്തും ചൊല്ലി ഈ മാസം ജമാദുൽ ആഖിർ അവസാനിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതിന് പുറമെ ആ സഹോദരന് ചെയ്യാൻ പറ്റുന്ന ഈ സഹോദരന് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ യാസീനും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ ഇഖ്ലാസും ദിക്റും ഇസ്തിഗ്ഫാറും ആർക്ക് ചെയ്തു കൊടുത്താലും ഗുണമാണ്. ആണ്ട് വരുമ്പോൾ അതാത് മാസങ്ങൾ മനസ്സിലായോ, ആണ്ടിൻ്റെ ദിവസം മാത്രമല്ല, എന്നാണോ മരണപ്പെട്ടത് ആ ആണ്ടിൻ്റെ 1-ാം ദിനം മുതൽ അവസാനത്തെ ദിവസം വരെ നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, ആ മാസത്തിനെ ബഹുമാനിച്ചുകൊണ്ട്. അതാര് മരിച്ചാലും നമുക്ക് ചെയ്യാം. അതും മരണപ്പെട്ടവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഈ പറയപ്പെട്ട ഖത്മുൽ ഖുർആനും ആ കൂട്ടത്തിലുണ്ട്. ഒരു മാസം കൊണ്ട് ഒരു ഖത്മുൽ ഖുർആൻ നിങ്ങൾക്ക് ഓതി തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി നമ്മുടെ മുമ്പിൽ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ജുസുകളായിട്ട് ഏറ്റെടുത്ത് ഒരു ഖത്തമെങ്കിലും കുടുംബങ്ങൾ ചെയ്താൽ വലിയ സന്തോഷമാണ്. ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ആര് മരിച്ചാലും കുടുംബത്തിൽ ആര് മരണപ്പെട്ടാലും ആ മാസത്തിനെ ബഹുമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മരണാനന്തര ക്രിയ ചെയ്യുന്നതോടൊപ്പം 40 തികയുന്നതിന് മുമ്പ് ഓരോരുത്തരും ഒരു ഖത്മ് തീർക്കുകയും സൂറത്തുൽ ഫാത്തിഹയും യാസീനും മുൽക്കും ദിക്റും ഇഖ്ലാസും ഇസ്തിഗ്ഫാറും സ്വലാത്തും ഒക്കെ സമർപ്പിക്കണം. അത് മരണപ്പെട്ടു പോയവർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന സൂറത്തുകളും ദിക്റുകളും ഒക്കെയാണത്. ഇനി 2-ാമത്തെ ആണ്ടാണെങ്കിലും 3-ാമത്തെ ആണെങ്കിലും 10 ആണെങ്കിലും ആ മാസം പൂർണ്ണമായും അവർക്ക് വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ നമ്മൾ മാറ്റിവെച്ചാൽ നമുക്കും ഗുണമാണ്. നാളെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുറുക്കാൻ ഒരുപാട് ആളുകളെ അള്ളാഹു തന്നെ നിയോഗിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അതിന് പുറമെ ഇതൊക്കെ നമ്മുടെ നാവ് കൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുകയാണ്. ഇനി നമ്മുടെ സമ്പത്ത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ഉമ്മന ഖദീജ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ 70-ലധികം ഒട്ടകത്തെ അറുത്തു കൊടുത്തു, ദാനധർമ്മം ചെയ്തു, ആടുകളെ കൊടുത്തു, കിണർ കുഴിച്ചു കൊടുത്തു. ഇതെല്ലാം ആർക്കു വേണ്ടിയാണ്? സ്വന്തം സഹധർമ്മിണി എന്നതിലുപരി അള്ളാഹുവിൻ്റെ അടിമയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ പ്രചോദനമാണ്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റും. ഒരുപാട് നമുക്ക് എങ്ങനെയൊക്കെ കഴിയുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ. എല്ലാം ചെയ്യണമെന്നല്ല, കഴിയുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനു പുറമെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മനാടായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന പരിശുദ്ധ മക്കയിലോ മദീനയിലോ ഒക്കെ മസ്ജിദുൽ ഹറമുകളിൽ, മദീന പള്ളിയിൽ ഒരു ഖുർആൻ വേണമെങ്കിൽ അവരുടെ പേരിൽ നമുക്ക് വഖഫ് ചെയ്യാൻ കഴിയും. ഇത് ചെയ്യണമെന്നോ ഇപ്പോൾ ചെയ്യണമെന്നോ അല്ല, ആര് മരിച്ചാലും നമുക്ക് ചെയ്യാൻ കഴിയും. വേണ്ടപ്പെട്ടവർ അത് 1, 2, 10 എത്രയോ നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കാം. അതൊന്നും നമുക്ക് നഷ്ടമാവില്ല പ്രിയപ്പെട്ടവരെ. നമ്മളൊരു ഖുർആൻ വെച്ചാൽ ആ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്തോളം കാലം അവരുടെ ഖബറിൽ നന്മ കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അതിനു പുറമെ ആ ഖബറിൽ കിടക്കുന്ന ആളിന് ഈ പ്രതിഫലം കിട്ടുന്നതിന് പുറമെ ആര് കാരണമാണോ ഈ ഖുർആൻ എത്തുന്നത്, നിങ്ങൾ കാരണമാണെങ്കിൽ നിങ്ങൾ നാളെ മരിക്കുമ്പോൾ ഈ ചെയ്ത നന്മയും ഈ ചെയ്ത സൽക്കർമ്മങ്ങളും നിങ്ങൾക്ക് ഒരു നഷ്ടവും കൂടാതെ അവർക്ക് നഷ്ടപ്പെടാത്ത രൂപത്തിൽ നിങ്ങൾക്കും ലഭിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ഖബറിലേക്ക് കിട്ടുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള നന്മകളൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ പരിശുദ്ധ മദീനയിലായതുകൊണ്ട് ആർക്കെങ്കിലും ഖുർആൻ വെക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വേണ്ടപ്പെട്ടവരിലേക്ക് അറിയിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ ഈ കൂട്ടായ്മയുടെ അഡ്മിന്മാരിലേക്കോ ക്യാപ്റ്റന്മാരിലേക്കോ ഈ സന്ദേശം അറിയിച്ചാൽ അവർ ലീഡേഴ്സ് അതൊക്കെ കൈകാര്യം ചെയ്യും. ഇതിൻ്റെ ആളുകളൊക്കെ അത് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്തു തരുമെന്ന് ഞാൻ കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് വെറും വാക്കുകളല്ല, അതൊക്കെ ചെയ്യുന്ന രൂപങ്ങളും ശൈലികളും ഇൻഷാ അല്ലാഹ് ചെയ്യുന്നവർക്ക് കാണാൻ കഴിയുമെന്നുള്ളത്
കൂട്ടത്തിൽ ആ സന്തോഷം കൂടി അറിയിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവർക്ക് വേണ്ടി പ്രത്യേകം ദുആയും, അതുപോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പച്ച ഖുബയുടെ ചുവട്ടിൽ വെച്ച് ദുആ ചെയ്തുകൊണ്ട് അത് സമർപ്പിക്കുന്ന ആ രംഗങ്ങളൊക്കെ കാണുമ്പോൾ സ്വന്തമായി ചെയ്യുന്ന ഒരു ഫീലിംഗ് ഒക്കെ കിട്ടുമ്പോൾ അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. വെറും മരണപ്പെട്ടതിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ, ഉദ്ദേശങ്ങൾ പൂർത്തിയാവാനോ, എൻ്റെ മക്കളുടെ ജന്മദിനം അത് നല്ലൊരു ജീവിതമായി തീരാൻ വേണ്ടിയോ ഒക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഖുർആൻ സമർപ്പിക്കാനൊക്കെ കഴിയും. മകളുടെ കല്യാണം വന്നാൽ അത് നല്ലൊരു രൂപത്തിലാവാൻ ആർക്കാണ് നമ്മളിത് കൊടുക്കുന്നത്? നമ്മൾ പരിശുദ്ധ മദീനയിൽ ഒരു ഖുർആൻ വെച്ച് ആരാണ് സന്തോഷിക്കുന്നത്? മുത്തനബി തങ്ങൾ സന്തോഷിക്കുന്നു. മുത്തനബി തങ്ങൾ സന്തോഷിച്ചാലോ എല്ലാ മലക്കുകളും സന്തോഷിക്കുന്നു. പിന്നെ റബ്ബ് നമ്മളെയോടുള്ള കാരുണ്യം എത്രയായിരിക്കും? അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ വലിയ അനുഗ്രഹമാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഇങ്ങനെയൊക്കെ നന്മകൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആഖിറത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവിടെ കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആ കൂട്ടത്തിൽ അൽഹംദുലില്ലാ ആ ഉപ്പയ്ക്ക് വേണ്ടി ഒരു ഖുർആൻ വെച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു വഖഫ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു മജ്ലിസ്. അല്ലാഹു ആ വഖഫിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ മറ്റൊരു ദിവസം അതിൻ്റെ മജ്ലിസും ഉണ്ടാകും. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم، وإلى حضرة سيدنا أبو بكر الصديق رضي الله عنه، وسيدنا عمر الفاروق رضي الله عنه، وسيدنا عثمان بن عفان رضي الله عنه، وسيدنا علي بن أبي طالب رضي الله عنه، وسيدتنا أمنا خديجة الكبرى رضي الله عنها، وسيدتنا فاطمة الزهراء رضي الله عنها. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء نحصيناه في إمام مبين. واضرب لكم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون
وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالأرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعوا لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد ضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لكم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يصرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله العظيم. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحمن رحيم يا الله മലിക്കുൽ ജബ്ബാറായ അള്ളാഹ് മലിക്കുൽ മുലൂക്കായ അള്ളാഹ് ഞങ്ങൾ പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്ന് ഹബീബായ മുത്തുനബി തങ്ങളുടെ ചാരത്ത് നിന്നാണ് ഞങ്ങൾ ഇരു കരങ്ങളും നീട്ടി അല്ലാഹുവേ ഞങ്ങൾ ദുആ ചെയ്യുന്നത് സാധുക്കളാണ് പാപികളാണ് പക്ഷേ ഞങ്ങൾ നിൽക്കുന്ന മണ്ണ് വളരെ മഹത്വമുള്ള മണ്ണാണ് അല്ലാഹുവേ ഈ മഹത്വമുള്ള മണ്ണിൻ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ ദുആരക്കുന്നു അല്ലാഹ് റഹീമായ അല്ലാഹ് മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ റഹ്മാനെ മർഹൂം അംഫാസ് നവ്വറല്ലാഹു മർഖദ ആ ഉപ്പയുടെ 1-ാമത്തെ ആണ്ടിൻ്റെ പേരിലാണല്ലോ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹുവേ ഞങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും സൂറത്തുൽ യാസീനും സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫാത്തിഹയും തഹ്ലീലുമെല്ലാം മൗലിദുകളുമൊക്കെ
ആ ഉപ്പയുടെ ഖബറിലേക്ക് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുകരങ്ങളാൽ എത്തിക്കണം റഹ്മാനേ, എത്തിക്കണേ അല്ലോ. അല്ലാഹുവേ, ആ ഉപ്പയ്ക്ക് വേണ്ടി എന്തെല്ലാം നന്മകളാണോ ചെയ്തത് സ്വീകരിക്കണേ അല്ലോ, സ്വീകരിക്കണേ അല്ലോ. ആ ഉപ്പയുടെ ഖബർ വിശാലമാകാൻ, ഖബർ വിശാലമാകാൻ, ഖബർ വിശാലമാകാൻ, സ്വർഗ പൂന്തോപ്പാകാൻ അല്ലാഹുവേ, ആ ഖബറിടത്തിൽ ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ലഭിക്കാൻ ഇത് വലിയൊരു കാരണമാക്കണേ അല്ലാ. റഹ്മാനും റഹീമുമായ അള്ളാഹ്, മലിക്കുൽ ജബ്ബാറായ അള്ളാഹ്, മലിക്കുൽ മുലൂക്കായ അള്ളാഹ്, ദുആ ചെയ്യുന്നത് സാധുക്കളാണെങ്കിലും റബ്ബേ, പരിശുദ്ധ ഹറമിൽ നിന്നാണ് ഞങ്ങൾ ദുആ ഇറക്കുന്നത്. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അവിടുത്തെ സഹധർമ്മിണിയായ സിബി എന്ന ആ പൊന്നുമ്മയ്ക്ക് നീ സമാധാനം നൽകണേ അല്ലാ, ക്ഷമ നൽകണേ അല്ലാ. ആ ഉമ്മയുടെ ജീവിതം ബറക്കത്തുള്ളതാക്കണം റഹ്മാനെ, ആ ഉമ്മയുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഖൈറായ ജീവിതം നൽകണേ അല്ലാ, സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ. ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും നീ സമാധാനവും ഖൈറും ബറക്കത്തും നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ആരൊക്കെയാണോ അവിടുത്തെ അഹ്ലുകാർ ഈ മജ്ലിസിൽ പങ്കെടുത്തിരിക്കുന്നത് സ്വീകരിക്കണം റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണം റഹ്മാനെ, സ്വീകരിക്കണം റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാ. ഇതുപോലൊരു കൂട്ടായ്മകളും എവിടെയും ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആത്മാർത്ഥമായിട്ടുള്ള ഓരോരുത്തരുടെയും പ്രവർത്തനമാണ് ഇങ്ങനെയുള്ളവർക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടി സമയങ്ങൾ കണ്ടെത്തുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള അഡ്മിന്മാരുണ്ട് റഹ്മാനെ, ക്യാപ്റ്റന്മാരുണ്ട്, ലീഡർമാരുണ്ട്. അല്ലാഹുവേ, അഡ്മിനായിട്ടുള്ള പ്രിയപ്പെട്ട റഹ്മത്ത് റജീബ്, അല്ലാഹുവേ, നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. അവർ ഈ കൂട്ടായ്മയിൽ വന്നതു മുതൽ ഇന്നീ നിമിഷം വരെ എന്തെല്ലാം നന്മകൾ ചെയ്തോ, എത്ര ലക്ഷോപലക്ഷം സ്വലാത്തുകളാണ് അവർ ചൊല്ലിയതും ചൊല്ലിപ്പിച്ചതും. അല്ലാഹുവേ, എല്ലാം നീ കബൂലാക്കണേ അല്ലാ. ആ കുടുംബത്തിനും നീ റാഹത്തും സന്തോഷവും നീ നൽകണം റഹ്മാനെ. അവർ കാരണമാണ് അല്ലാഹുവേ ഈ സഹോദരനടക്കം ഒരുപാട് അതികൾ കിട്ടാൻ, സിബി എന്ന സഹോദരന്, സിബി എന്ന പ്രിയപ്പെട്ട സഹോദരിക്ക് അല്ലാഹുവേ ഇങ്ങനൊരു കൂട്ടായ്മയിൽ ചേരാനൊക്കെ കാരണമായത് അവരുടെ ഒരു പ്രയത്നം കൊണ്ടാണ്. അല്ലാഹുവേ, റഹ്മത്ത് റജീബ്, അല്ലാഹുവേ, അവരുടെ ഭർത്താവ്, അവരുടെ മക്കൾ, അവരുടെ കുടുംബത്തിന് നീ ബറക്കത്ത് നീ നൽകണേ അല്ലാ. മഖബൂലും മർളിയുമായ ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചാരത്ത് വന്ന് സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ലീഡർ സ്ഥാനം അലങ്കരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഹസീന സിയാദ് നീ ആഫിയത്ത് നീ നൽകണേ അല്ലാ, ആരോഗ്യം നീ നൽകണേ അല്ലാ, ദീർഘായുസ് നീ നൽകണേ അല്ലാ. അവരുടെ ഭർത്താവിനും അവരുടെ മക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇരുവരുടെയും മാതാപിതാക്കൾക്കും നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അവർ കാരണമാണ് എത്രയോ അഡ്മിന്മാരെ വാർത്തെടുക്കാൻ കഴിഞ്ഞത്. അവർക്ക് നീ ഖൈറ് നൽകണേ അല്ലാ. അവരുടെ സമ്പത്തിൽ, അവരുടെ ജോലിയിൽ, അവരുടെ ജീവിതത്തിൽ, അവരുടെ മക്കളിൽ, അവരുടെ വീടിൽ, അവരുടെ വാഹനങ്ങളിൽ, അവരുടെ മൃഗങ്ങളിലെല്ലാം നീ ബറക്കത്ത് നീ നൽകണം റഹ്മാനെ. നീ ഖൈറും ബറക്കത്തും നീ ഏറ്റി നീ നൽകണേ അല്ലാ. നീ ഏറ്റി നീ നൽകണം റഹ്മാനെ. ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമുള്ള കുടുംബമാക്കണേ അല്ലാ. മഖബൂലും മർളിയുമായ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ, നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അവർ ചൊല്ലിപ്പിച്ച സ്വലാത്ത് മുൻനിർത്തി ചോദിക്കുന്നു റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഇനിയും ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനും ചൊല്ലിപ്പിക്കാനും ഞങ്ങൾക്കും ഞങ്ങളെ അഹ്ലുകാർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, പ്രത്യേകിച്ച് അംഫാസ് എന്ന പൊന്നുപ്പേ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹി ഉൻദുർ ഹലനാ യാ ഹബീബല്ലാഹ്, അവിടുത്തെ ഖബറിലേക്ക് ഒരു നോട്ടം നൽകണം. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിഐദീനാ ഖല്ലത ഹീലതുനാ അദ്രിക്നാ യാ റസൂലല്ലാഹ്. അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ ഖുർആൻ, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളും സൽക്കർമ്മങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ ചൊല്ലിയതെല്ലാം ആ ഖബറിലേക്ക് സമർപ്പിക്കുന്ന ഒരവസ്ഥയാക്കണം. യാ സയ്യിദി യാ റസൂലല്ലാഹ്.
അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട്, അവിടുത്തെ ഷറഫാക്കപ്പെട്ട നോട്ടം കൊണ്ട് ആ ഖബറിടം പ്രകാശമാക്കണേ അല്ലാ. അവിടുത്തെ ജനാസ ഹബീബായ മുത്തുനബി തങ്ങളുമായി ബന്ധപ്പെട്ടതാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അവരുടെ എല്ലാം ഖബറിടത്തിലേക്ക് നിൻ്റെ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഈ കൂട്ടായ്മയുടെ അഹ്ലുകാർ അള്ളാഹു എല്ലാവർക്കും നീ ബറക്കത്ത് നീ നൽകണേ അല്ലാ. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിൽ ഒരുപാട് ഉമ്മമാർ, സഹോദരിമാരുണ്ട്. ഈ കുടുംബത്തിൽ നിന്നും നീ സ്വീകരിക്കണം റഹ്മാൻ, കബൂലാക്കണേ അല്ലാ. കുടുംബത്തിലെല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നീ നൽകണേ അല്ലാ, സന്തോഷം നീ നൽകണേ അല്ലാ, ഐനുകളും നീ ബാത്തിലാക്കണേ അല്ലാ. എല്ലാവർക്കും സ്നേഹം നൽകണേ അല്ലാ, എല്ലാവരിലെയും നീ ഐക്യം നൽകണേ അല്ലാ, എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഊട്ടി ഉറച്ചു നിൽക്കുന്ന അഹ്ലുകാരാക്കണേ അല്ലാ, അഹ്ലുകാരാക്കണേ അല്ലാ. അല്ലാഹുവിൻ്റെ ആലിമീങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഉഖ്റവിയായ ആലിമീങ്ങളാക്കണേ അല്ലാ, ഉഖ്റവിയായ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ചെറിയ മക്കൾ വളരുന്നുണ്ട്, ആലിമീങ്ങളാക്കണേ അല്ലാ. ഒരുപാട് സഹോദരിമാരുണ്ട്, ബറക്കത്ത് നൽകണം റഹ്മാനേ. നാളെ ഞങ്ങൾ മരിച്ച ഖബറിൽ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ ചെയ്ത അമലുകളൊന്നും കാണാത്ത സമയത്ത് ഞങ്ങളെ സഹായിച്ചു കൊണ്ടേയിരിക്കാൻ ഒരുപാട് അഹ്ലുകാരെ നീ നൽകിക്കൊണ്ടിരിക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളാക്കി ഞങ്ങളെ മാതാപിതാക്കളുടെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാ. ആരോഗ്യമുള്ളവരും ആഫിയത്തുള്ളവരുമാക്കണേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്നവരുണ്ട്, അവർക്കെല്ലാം നീ ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാ. പടച്ചവനെ, നീ ഖൈറിൻ്റെ അഹ്ലുകാരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ മക്കൾ, അല്ലാഹുവേ, ഞങ്ങളുടെ പേരമക്കൾ, ചെറുമക്കൾ, വല്യമ്മമാർ, വല്യുപ്പമാർ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നീ നൽകണേ അല്ലാ. എൻ്റെ ദുആ കേട്ടുകൊണ്ട് ആമീൻ പറയുന്നു യാ റസൂലല്ലാ. പടച്ചവനെ, യാ റസൂലല്ലാ, ആമീൻ പറയുന്നവരുടെ നീറുന്ന വേദനിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണം യാ സയ്യിദി യാ റസൂലല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാരി വൻസുർ ഹലനാ യാ റസൂലല്ലാ. മഖബൂലും മർദിയുമായ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മറപ്പടിയിൽ വന്നുകൊണ്ട് ഒരുപാട് സലാത്തുകൾ സലാമുകൾ ചൊല്ലാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങൾ അഹ്ലുകാരിൽ പല പ്രവാസികളായ സഹോദരിമാർ ഒരു കുടുംബസമേതം ഇവിടെ താമസിക്കുന്നവരുണ്ട്. അവരുടെ ജോലിയിൽ, അവരുടെ വാഹനത്തിൽ, യാത്രകളിലെല്ലാം നീ ബറക്കത്ത് നീ നൽകണേ അല്ലാ. ആലിമീങ്ങളാക്കണേ അല്ലാ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നബിയും മുഖ്റവിയുമായ എല്ലാ ഇൽമുകളും നീ നൽകണം റഹ്മാനെ. എല്ലാവിധ ഐനു ശർറ് ബലാ മുസീബത്തിൽ നിന്നും ശൈത്വാനിയത്തിൻ്റെ എല്ലാ സുഖങ്ങളിൽ നിന്നും നീ കാവല നീ നൽകണേ അല്ലാ. ഖിയാമത്ത് നാൾ വരെ ഹബീബായ മുത്തുനബി തങ്ങളുടെ ദായിയായി സ്വലാത്തിൻ്റെ അഹ്ലുകാരായി നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഇൽമിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവർക്ക് ബറക്കത്തുള്ള ഇൽമ് നീ അവർക്ക് നീ സഹോദരിമാർക്കും നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഭർത്താക്കന്മാരെ അനുസരിക്കുന്ന ഭാര്യമാരാക്കണേ അല്ലാ, ഭാര്യമാരെ തൃപ്തിപ്പെടുന്ന ഭർത്താക്കന്മാരാക്കണേ അല്ലാ, ഐക്യമുള്ള കുടുംബമാക്കണേ അല്ലാ. മക്കളുമായി യോജിച്ചു പോകാതെ എത്രയോ ആളുകൾ വിഷമിക്കുന്നു റഹ്മാനെ. അല്ലാഹു അവർക്ക് ഐക്യവും സമാധാനവും നൽകണേ അല്ലാ. പടച്ചവനെ, എത്രയോ കൊല്ലങ്ങളായി കുടുംബ പ്രശ്നങ്ങളുമായി കഴിയുന്ന എത്രയോ കുടുംബങ്ങളാണെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത്. അല്ലാഹുവേ, എത്രയോ ഫസ്ഖുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, തൊലാഖുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ഭാവി ജീവിതം എന്താണെന്ന് ഞങ്ങൾക്ക് വിധി കൂട്ടാൻ പോലും കഴിയില്ല റഹ്മാനെ. അത്തരമൊരു മുസീബത്ത് ഞങ്ങളെ മക്കളെ ആർക്കും നീ നൽകല്ലേ അല്ലാ. കുടുംബ ജീവിതമാണ്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്, പൊട്ടിത്തെറിക്കാനുള്ളതല്ല. അല്ലാഹുവേ, കുടുംബ ജീവിതമെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യം കൊണ്ടും പരിപൂർണമാകണമെന്നില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നൊരു ജീവിതമാണ്. ജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അല്ലാഹുവേ, ഞങ്ങൾ വലിയ അന്തസ്സോടുകൂടി ഞങ്ങൾ പല രൂപത്തിലും ഞങ്ങൾ പ്രവർത്തിച്ചേക്കാം. പക്ഷേ നിൻ്റെ ഖജന നിൻ്റെ കോർട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്കെതിരാണ്, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കെതിരാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങളവിടെ വഷളാകും. അതുകൊണ്ട് റഹ്മാനെ, എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാ. അതിന് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ക്ഷമയാണ്, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് സുബറാണ്. ഞങ്ങളെ ആരെ കളിയാക്കിയാലും, ഞങ്ങളെ ആരെ കുറ്റപ്പെടുത്തിയാലും അല്ലാഹുവേ, നീ എല്ലാം കാണുന്നുണ്ട്. കുറ്റപ്പെടുത്തുന്നവൻ നീയല്ല, നിൻ്റെ അടിമകളാണ്. ഞങ്ങളാണോ തെറ്റ് ചെയ്തത്, അവരാണോ തെറ്റ് ചെയ്തത്, ആരാണ് നീതിമാൻ അനീതി, അത് റബ്ബേ നിനക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കെപ്പോഴും ക്ഷമ നൽകണേ അല്ലാ. ആരെയും വേദനിപ്പിക്കാത്ത ജീവിതം നീ നൽകണേ അല്ലാ. അത് ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, ഭർത്താവിൻ്റെ മാതാപിതാക്കളായിക്കോട്ടെ, ഭാര്യമാരുടെ മാതാപിതാക്കളായിക്കോട്ടെ, അയൽപ്പക്കക്കാരായിക്കോട്ടെ, എല്ലാം ഞങ്ങൾക്ക് നീ അമാനത്തായി തന്ന് തിരിച്ചു നീ ചോദിക്കാൻ സാധ്യതയുള്ള ബന്ധങ്ങളാണ്. ആരെയും മുറിവേൽപ്പിക്കാതെ തിരിച്ചു നിന്നെ ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ.
اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആർക്കെങ്കിലുമൊക്കെ പരിശുദ്ധ മദീന മുനവ്വറയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ആർക്കെങ്കിലും ഖുർആൻ വഖഫ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രയത്നം കൊണ്ട് ഏതെങ്കിലും മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഒരു സദഖ ലഭിച്ചോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രതിഫലം ലഭിച്ചോട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. നമ്മളൊക്കെ ആരാണെങ്കിലും ശരി, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ, വലിയ മുസീബത്ത് വരുമ്പോൾ ഒരു ഖുർആൻ പരിശുദ്ധ മദീനയിൽ വഖഫ് ചെയ്തോ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും വരാനില്ല. നേരെ മറിച്ചോ, നമ്മൾ കാരണം ഒരു 100 ഖുർആൻ അല്ലെങ്കിൽ ഒരു 10 ഖുർആൻ മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ മദീനയിലോ മക്കയിലോ എന്നെക്കൊണ്ട് കഴിയുന്നതാണ് ഞാൻ പറയുന്നത്, മദീന മുനവ്വറയിൽ അത് നമ്മൾ വഖഫ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ നാളെ മരിച്ചു ഖബറിൽ ചെല്ലുമ്പോൾ നമ്മൾ കാരണം എത്ര ഖുർആനാണോ ആ പരിശുദ്ധമാക്കപ്പെട്ട മദീനയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞത്, അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഏത് വിഷയത്തിനാണെങ്കിലും, നമ്മുടെ മക്കൾ ജനിച്ചാൽ, അവരുടെ ജന്മദിനം വന്നാൽ, നമ്മളെന്തായാലും മറ്റു സന്തോഷത്തിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുമ്പോൾ എൻ്റെ മകളുടെ, അല്ലെങ്കിൽ വാർഷികം വന്നു, അല്ലെങ്കിൽ വീട് കൂടലാണ്, എൻ്റെ മക്കളുടെ കല്യാണമാണ്, ആദ്യം നമ്മളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു ഖുർആൻ പരിശുദ്ധ മദീനയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ, എന്നിട്ട് മുത്തുനബിയോട് നമ്മൾ പറഞ്ഞാൽ, എൻ്റെ മകളുടെ കല്യാണത്തിന് യാ റസൂലല്ലാഹ്, നിക്കാഹിന് അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ വല്ലാതെ പ്രതീക്ഷിക്കുന്നു, വെറുതെ അല്ല ഇത് പറഞ്ഞാൽ തീർച്ചയായിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉറപ്പാണ്. അത് നമുക്ക് കാണാൻ തന്നെ കഴിയും. നമ്മുടെ കല്യാണ വാർഷികം വന്നാൽ, ജന്മദിനം വന്നാൽ, വീട് കൂടൽ വന്നാൽ, ഉദ്ദേശം പൂർത്തിയാകാൻ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാരുടെ ആണ്ടുകൾ വന്നാൽ, വലിയ വലിയ മഹാന്മാരുടെ പേരിൽ നല്ല ഉദ്ദേശത്തോടു കൂടി നീയത്താക്കിയാൽ തീർച്ചയായിട്ടും അതൊന്നും തട്ടപ്പെടില്ല. ഇനി ഒന്നുമില്ല, നല്ല സൽക്കർമ്മം, നല്ല ഉദ്ദേശം കൊണ്ട് നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓരോ വർഷവും നമ്മൾ ചെയ്താലും അതൊക്കെ വലിയ പ്രതിഫലം തന്നെയാണ്. വളരെ ഉത്തരവാദിത്തത്തോടു കൂടി, വളരെയധികം കഠിനാധ്വാനത്തോടു കൂടിയാണ് അതിലെ ഓരോ രംഗങ്ങളും ഇത് വഖഫ് ചെയ്യുന്നവർക്കൊക്കെ കാണാൻ കഴിയുമെന്നുള്ളതാണ് വലിയൊരു സന്തോഷമുള്ള കാര്യം. അതിനുവേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യുന്നു. ഖിയാമത്ത് നാൾ വരെയും ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അതിൽ ഭാഗവാക്കാകാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.